ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള വളരെയധികം ക്ഷീണം തോന്നുക, രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, എപ്പോഴും ഉറക്കം തോന്നുന്നത്, വണ്ണം വെച്ച് വരുന്നത്, അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ, വയറ്റിന് പോകാനുള്ള പ്രയാസങ്ങൾ, കൈകാലുകളൊക്കെ ഭയങ്കര കടച്ചിൽ, വേദന, ഇമോഷണലി അത്ര സ്റ്റേബിൾ അല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും തൈറോയ്ഡ് അസുഖങ്ങളുടെ പ്രൈമറി ടെസ്റ്റുകളായിട്ടുള്ള തൈറോയ്ഡ് പ്രൊഫൈൽ, TSH, T3, T4 എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. ബട്ട് അതെല്ലാം നോർമലാണ്. എന്നാൽ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ആൻറ്റിബോഡി ടെസ്റ്റാണ്. TPO ആൻറ്റിബോഡി അല്ലെങ്കിൽ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന, ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ പെടുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആവാം നിങ്ങൾക്ക്. ഈ ആൻറ്റിബോഡി ടെസ്റ്റിൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരുന്ന വഴി മാത്രമേ ഈ ലക്ഷണങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. T3, T4 ആൻഡ് TSH മാത്രം നോക്കി അത് കുഴപ്പമില്ല, നോർമലാണ്, ബട്ട് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നവർ ഈ TPO ആൻറ്റിബോഡി ടെസ്റ്റും കൂടെ ഒന്ന് ചെയ്തു നോക്കും. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്.